എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് മാർച്ച് 16-ാം തീയതി തിങ്കളാഴ്ച. മാർച്ച് മാസത്തിലെ 3rd വീക്ക് ഫസ്റ്റ് സെഷനായിരുന്നു. മാർക്കറ്റിംഗ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിലായിരുന്നു. തുടർന്ന് ഒരു ചെറുതായിട്ട് താഴേക്ക് പോയി 23,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവലിനും താഴേക്ക് പോയി 22,950-55 ആ ലെവലിൽ വരെ പോയി. 910 ആയിരുന്നു നെക്സ്റ്റ് സപ്പോർട്ട്. പക്ഷേ ഇവിടെ നിന്നും ഒരുപാട് നേരം സബ്സ്റ്റെയിൻ ചെയ്യാതെ പെട്ടെന്ന് തന്നെ 23,000 മുകളിലേക്ക് വരുന്നതായിട്ടാണ് കണ്ടത്. അതിനുശേഷം ഒരു കൺസോളിഡേഷനിലൂടെ തന്നെയായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഒരു അത്ഭുതകരമായ റിക്കവറി നടത്തുന്നതായിട്ടാണ് നമുക്ക് കണ്ടത്. അങ്ങനെ കഴിഞ്ഞ 3 ദിവസത്തെ തുടർച്ചയായ നഷ്ടത്തിന് ശേഷം പ്രധാനമായും ആട്ടോ, ബാങ്ക്, അതുപോലെ FMCG ഷെയറുകളിലെ ഒരു ബയ്യിങ്ങിലൂടെയാണ് ഇന്ന് ഗ്രീനിലേക്ക് എത്തിയത്. നിയർ ടേം സെല്ലിങ്ങിന് ശേഷം ഒരു ആശ്വാസകരമായ റാലിയാണ്. ഷോർട്ട് ടേം ചാലഞ്ചുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ പെർഫോമൻസ് ഉണ്ടാവുക. അവിടെ ക്രൂഡ് ഓയിൽ വിതരണത്തിലെ തടസ്സങ്ങൾ ലഘൂകരിക്കുന്നത്, കുറയുന്നത് മാർക്കറ്റിന് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവും. എന്നിരുന്നാലും തുടർച്ചയായി ഉയർന്ന എണ്ണവിലകൾ ബ്രോഡർ മാർക്കറ്റിന്റെ ഡയറക്ഷനെ ബാധിക്കും. ഇനി വേൾഡ് ലെവലിൽ വരാനിരിക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതുപോലെ തന്നെ നിലവിലുള്ള ഇൻഫ്ലേഷൻ പ്രഷറുകളെയും കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ അനിശ്ചിതത്വങ്ങളെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫെഡ് റേറ്റുകളിൽ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്നാണ് കൂടുതലായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1% കൂടുതൽ റിക്കവറിയാണ് നടത്തിയിരിക്കുന്നത്. 257 പോയിന്റ് പോസിറ്റീവിൽ 23,408 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു സമയം 23,500 എന്നുള്ളത് വരെ എത്തിയിരുന്നു. സെൻസെക്സ് 938 പോയിന്റാണ് ഉയർന്നിരിക്കുന്നത്. 75,502 ക്ലോസ് ചെയ്തു. ഒരു സമയം 75,775 വരെ വന്നിരുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും 655 പോയിന്റാണ് ഉയർന്നിരിക്കുന്നത്. 1.2%, 54,413 സെറ്റിൽഡ് ആയിരിക്കുന്നു. എന്നാൽ ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളെ അപേക്ഷിച്ച് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.43%, സ്മോൾ ക്യാപ്പ് 0.65% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോയാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഫിനാൻഷ്യൽ സർവീസും നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കും കൂട്ടത്തിലുണ്ട്. അതേസമയം നിഫ്റ്റി റിയാലിറ്റി മോശം പ്രകടനത്തിലാണെന്ന്. നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകളിൽ 30 ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ അൾട്രാടെക് സിമെന്റ് ആണ് ഏറ്റവും മുന്നിലുള്ളത്. തുടർന്ന് M&M, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ട്രെൻഡ്, എറ്റേണൽ തുടങ്ങി 2.9% മുതൽ 4.35% വരെ പോസിറ്റീവിലാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് ഭാരത് ഇലക്ട്രോൺ ആണ്, 2.34%. തുടർന്ന് മാക്സ് ഹെൽത്ത് കെയർ, കോൾ ഇന്ത്യ, വിപ്രോ, ONGC തുടങ്ങി 1.5% മുതൽ 2.14% വരെ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ 23,000 താഴെ സസ്റ്റെയിൻ ചെയ്യാതെ വേഗത്തിൽ തന്നെ ഈ സോണിന് മുകളിലേക്ക് മൂവിംഗ് ആയതുകൊണ്ട് നിഫ്റ്റി ഒരു മാന്യമായ റിക്കവറിയാണ് നടത്തിയിരിക്കുന്നത്. ഇത് ഒരു ലോങ് കറക്ഷന് ശേഷം ഒരു ബുള്ളിഷ് റിവേഴ്സൽ സിഗ്നലാണ് കാണിക്കുന്നത്. ബ്രോഡർ സെന്റിമെന്റ്സ് കാര്യമായി മാറിയിട്ടില്ലെങ്കിലും ഒരു ഷോർട്ട് ടൈം ടെക്നിക്കൽ പുൾബാക്ക് തള്ളിക്കളയാനാവില്ല. അപ്സൈഡിലേക്ക് വരുമ്പോൾ 23,800 അല്ലെങ്കിൽ അതിലും ഉയർന്ന ഒരു സോണിലേക്ക് റിക്കവറിക്ക് സാക്ഷ്യം വഹിച്ചേക്കാം. ഡൗൺ സൈഡിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 23,200 എന്നുള്ള ഒരു റേഞ്ചാണുള്ളത്. ഇപ്പോൾ ഈ ലെവലിന് താഴെയുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ വീണ്ടും ഇൻഡെക്സിനെ ഒരു വീക്ക് മൊമെന്റത്തിലേക്ക് കൊണ്ടുപോയേക്കാം. ഇനി നമ്മൾ ഡെയിലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളിൽ ഇന്നലെ നമ്മൾ ലെവൽ കൊടുത്തിരുന്നില്ല. ഇന്നൊരു വലിയ ഗ്യാപ്പ് ഡൗൺ ആണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഭയം ഉണ്ടായില്ല. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 53,530 അതുമല്ലെങ്കിൽ 53,665 താഴെ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. അപ്പ് സൈഡിലേക്കാണെങ്കിൽ 54,710 മുകളിലും ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുക്കാവുന്നതാണ്.
നമുക്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് 23,500 മുകളിൽ എൻട്രി എടുക്കാം. അപ്പ് സൈഡിലേക്ക്. ഡൗൺ സൈഡിലേക്ക് നമുക്ക് 23,140 താഴെ ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഈ രണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.